റിയാസ് കോഴിക്കോട് നിന്ന് പ്രധാനപ്പെട്ട വിവരം വരേണ്ടിയിരിക്കുന്നു. പിറ കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയ പെരുന്നാളിന്റെ ആഘോഷത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ അവിടെ നിന്ന് പങ്കുവെക്കാനാകും? എന്തായാലും ചെറിയ പെരുന്നാളിനായി കാത്തിരിക്കുകയാണ് ഇസ്ലാം മത വിശ്വാസികൾ. കഠിനമായ നോമ്പ് ആചരണത്തിന് ശേഷം പെരുന്നാൾ ആഘോഷത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. കോഴിക്കോട് നിന്നാണ് അതിൻ്റെ വിവരങ്ങൾ കൂടുതലായി നമുക്ക് അറിയാൻ കഴിയുക. ഇത് തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിശ്വാസികൾ ഒത്തുചേരുന്നു. അവിടെ എപ്പോഴായിരിക്കും ചെറിയ പെരുന്നാൾ എന്നത് കാത്തിരിക്കുകയാണ് ഈ നോമ്പ് അനുഷ്ഠാനത്തിനിടയിൽ വിശ്വാസികൾ. റിയാസ് കൈമാർ ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, പ്രധാനപ്പെട്ട ഒരു വിവരം ഈ പുണ്യമാസത്തിൽ വരാനിരിക്കുന്നു. ചെറിയ പെരുന്നാൾ എന്നായിരിക്കും എന്നത് നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. പിറ കാണുമോ അല്ലാതെയോ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നത്? വിശ്വാസികൾ കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫിജി, ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറിയ പെരുന്നാളിൻ്റെ മാസപ്പിറവി കണ്ടിട്ടുള്ളത് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ്. ആ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ ഇപ്പോൾ നമുക്ക് കാണാം നിരവധി വിശ്വാസികളായ ആളുകൾ, പ്രദേശവാസികൾ തന്നെയായ ആളുകൾ ഇവിടെ ഈ മാസപ്പിറവിയുടെ ഒക്കെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് ഏകദേശം 41 മിനിറ്റാണ് സമയമുള്ളത്. സൂര്യാസ്തമയത്തിന് ശേഷം 6:36 സൂര്യൻ അസ്തമിക്കും. ആ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്നീട് മാസപ്പിറ കാണാനുള്ള ഒരു സമയം എന്നുള്ളത് 41 മിനിറ്റാണ്. അതിനുശേഷം ഇവിടെ തൊട്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാപ്പാട് ഈ നൂർ മസ്ജിദിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ നിന്നും ആദ്യം മാസപ്പിറവി കണ്ട വിവരം ഇവിടെയുള്ള ഖാലിയെ അറിയിക്കുക. പിന്നീട് ഖാലി അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. 2 പേരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് മാസപ്പിറ കാണണം എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒരു ചട്ടം എന്ന് പറയുന്നത്. അങ്ങനെ കണ്ട് അത് വിശ്വാസയോഗ്യമാണെങ്കിൽ മാത്രമാണ് മാസപ്പിറവി കണ്ടു എന്ന് അറിയിക്കുക. അതിനുശേഷം ഈ പള്ളിയിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴക്കും. അതേക്കുറിച്ച് നാട്ടുകാർ തന്നെയുണ്ട് ഇവിടെ. എങ്ങനെയാണ് ഇവിടെ കാപ്പാട് മാസപ്പിറവി കാണുന്ന ഒരു രീതി എന്താണ്? പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് കാപ്പാട് മാസപ്പിറവിയുടെ ചരിത്രം. എൻ്റെ പിതാവൊക്കെ മരണപ്പെട്ടു പോയ എൻ്റെ പിതാവും അതിനു മുമ്പുള്ളവരൊക്കെ മാസപ്പിറവി ഇവിടെ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെയുള്ളൊരു സാഹചര്യം, പ്രകൃതി രമണീയമായ ആ ഒരു സമയവും അതിനനുസൃതമായ രീതിയിൽ മാസപ്പിറവി കാണാനുള്ള സാധ്യതകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കാലങ്ങളായിട്ട് നമ്മൾ കാപ്പാടുള്ളവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളിൽ കൂടെയാണ് കേരളം മുഴുവനും അത് കാണുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ ഇന്ന് അത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം താങ്കൾ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. കണ്ടു കഴിഞ്ഞാൽ 2 പേര് സാക്ഷികൾ വേണം, ഒരാളല്ല. 2 പേര്, കാണുന്ന ആൾ കൂടാതെ വലത്തും ഇടത്തും 2 സാക്ഷികൾ വേണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മഹല്ല് ഇസ്ലാമിക് ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഖാലി, അദ്ദേഹത്തിനടുത്ത് പോയിട്ട് അത് വിശ്വാസയോഗ്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം അത് പ്രഖ്യാപിക്കും. അതുകൊണ്ട് ഇന്ന് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ദുബായിൽ നിന്ന് പ്രത്യേകം അവധിയെടുത്ത്, ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, കാണാനുള്ള ഒരു ആവേശത്തിൽ ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും ഫിജി, ഇവിടെ നമ്മുടെ നൂർ ജുമാ മസ്ജിദ് ഖത്തീബ് അദ്ദേഹം ഇവിടെ ഉണ്ട്. ബഷീർ സഖാഫി, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇവിടെ വർഷങ്ങളായിട്ട് ഈ കാപ്പാടെന്നാണ് മാസപ്പിറ കാണുക. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം എങ്ങനെയാണ്? ആര് കാണണം എന്നൊക്കെയാണുള്ളത്? അതെ, ഒരാൾ കാണുക, അയാൾ മറ്റൊരാൾ സാക്ഷി ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡം. അപ്പോൾ മറ്റുള്ള മാസങ്ങളെ പോലെ തന്നെ എല്ലാ മാസങ്ങളും, പെരുന്നാൾ മാസവും റമദാൻ മാസവും അല്ലാത്ത എല്ലാ മാസവും ഇവിടെ നിന്ന് എന്താവാറുണ്ട്, ദർശിക്കാറുണ്ട്, അത് നോക്കാറുമുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് മാസം കാണുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇന്ന് പെരുന്നാളിൻ്റെ മാസപ്പിറവി കാണാൻ സാധ്യത ഏറെയുള്ള ഒരു ദിവസമാണ്. 41 മിനിറ്റ് സമയം അതിനുണ്ടല്ലേ? 41 മിനിറ്റ് ഉണ്ട് എന്നാണ് ഇന്ന് നമ്മൾ അറിഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞാൽ നേരെ അടുത്ത അതെ, നമ്മൾ കാപ്പാട് പിന്നെ ഖാദി നുറുദ്ദീൻ ഹൈത്തമിയുടെ അടുത്ത് പോയി വിശ്വാസയോഗ്യമായി
സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ മാസം ഉറപ്പിക്കും. തക്ബീർ ധ്വനികൾ മുഴുവൻ. അതാണ് ഫിജി. അതായത് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നേരെ ഇവിടെയുള്ള ഖാലി, മഹല്ല് ഖാലിയായിട്ടുള്ള നൂറുദ്ദീൻ ഹൈത്തമി അറിയിക്കും. അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമായ ആളുകളാണ് ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇവിടെ നിന്നും കണ്ടത് എങ്കിൽ അത് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പിന്നീട് മറ്റുള്ള ഇടങ്ങളിലേക്ക് വിവരം കൊടുക്കും. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തുള്ള മറ്റ് ഖാലിമാർ, പാണക്കാട് തങ്ങന്മാർ അടക്കമുള്ള, അല്ലെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള, ജിഫ്രി മുത്തുകയ തങ്ങളടക്കമുള്ള ഖാലിമാരെല്ലാം തന്നെ ഇത്തരം ഈ മാസപ്പിറ കണ്ടതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. നമുക്ക് ഇവിടെ പഴയ തലമുറയിലിട്ട ആളുകളുമുണ്ട്. വർഷങ്ങളായി മാസപ്പിറ കാണാൻ എത്തുന്ന ആളുകളാണ്, നാട്ടുകാരാണ് അല്ലേ? അതെ. ആ ഒരു അനുഭവം എന്താണ് ഇവിടെ? അനുഭവം വെച്ചാൽ മിക്കവാറും തെളിച്ചുള്ള സമയമാണെങ്കിൽ ഇവിടുന്ന് കാണാറുണ്ട്. ഇവിടെ അതിനൊരു പ്രാധാന്യമുണ്ട്. ആയിട്ട് ഇത് സ്ഥിരമായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം നമ്മളൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ കടൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കാഴ്ച കൂടുതലുള്ള ആളുകൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഓല് വളരെ ദൂരത്തുനിന്ന് ഇവിടെ എൻ്റെ ചെറുപ്പകാലത്ത് അഴീക്കൽ തുറമുഖത്ത് നിന്ന് ഒരു വലിയൊരു മത്സ്യത്തിനെ ഓടിച്ചിട്ട്, ആ മത്സ്യത്തിൻ്റെ ഓടി വെച്ചിട്ട് ഇവിടെ പോയിട്ട് ചുവപ്പാറിൻ്റെ അവിടെ പോയിട്ട് വല ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്രയും കാഴ്ചയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓല അനുഭവത്തിൽ കൂടിയാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതായത് ഈ കടൽ തൊഴിലാളികൾ, മത്സ്യബന്ധന തൊഴിലാളികൾ ഒക്കെയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായി അവർ കാര്യങ്ങൾ അറിയിക്കുന്നത് എന്നുള്ളതാണ് പഴയ തലമുറയിൽപ്പെട്ട കാപ്പാടുകാരൻ പറയുന്നത്. ഇവിടെ ഒരുപാട് ആളുകളെ നമുക്ക് മാസപ്പിറവി കാത്തിരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇവരൊക്കെ കാപ്പാടുകാരോ അല്ലെങ്കിൽ പുറത്തുനിന്നവരാണോ? കാപ്പാട് ഇവിടെയുള്ള ആൾക്കാരാണ്. ഓ അതെ. ഇത് ചെറിയ പെരുന്നാളിന്റെ പിറ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കേരളത്തിലുള്ള മറ്റ് ആളുകളും ഒക്കെ ഇന്ന് പിറ കാണുമോ എന്നുള്ളത് പ്രതീക്ഷയിലാണ് എല്ലാവരും. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിക്കുന്നത്. കാണാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഫിജി, നമുക്ക് ഈ കടലിന്റെ ഭാഗത്തേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് 6:36 അസ്തമയം പറഞ്ഞതെങ്കിലും 40 വരെ സൂര്യാസ്തമയനത്തിന് സമയമുണ്ട് എന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷം 41 മിനിറ്റാണ് ഉള്ളത്. ആ 41 മിനിറ്റിന് ഇടയിൽ ഇന്ന് വേറെ കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇന്ന് മാസപ്പിറവി കാണാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നാളെ ചെറിയ പെരുന്നാളാണ്. മാത്രമല്ല, ഈ ചെറിയ പെരുന്നാളായി കഴിഞ്ഞാൽ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തീകരിച്ചുകൊണ്ടാണ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഒരേ സമയം വേദനയാണ് അവർക്ക്. കാരണം ഏറ്റവും പുണ്യകരമാക്കപ്പെട്ട ഒരു മാസം, നിരവധി അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എന്ന വിശ്വാസമുള്ള മാസം വിശുദ്ധ റംസാൻ. ആ വിശുദ്ധ റമദാൻ വിട പറയുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, കാരണം പ്രാർത്ഥനാനിരതമായി മുന്നോട്ടു പോയ ഒരു മാസം. പകൽ വ്രതാനുഷ്ഠാനം, രാത്രി തറാവീഹ് നമസ്കാരവും ഒപ്പം തസ്ബീഹ് നമസ്കാരവും അടക്കമുള്ള, ഖുർആൻ പാരായണം അടക്കമുള്ള, സ്വലാത്ത് കർമ്മങ്ങൾ അടക്കമുള്ള പ്രാർത്ഥന കർമ്മങ്ങളിൽ നിരതരായിക്കൊണ്ട് മുഴുകിക്കൊണ്ട് വിശ്വാസികൾ കഴിഞ്ഞുകൂട്ടിയ ഒരു മാസം. ആ മാസം വിട പറയുന്നു എന്നൊരു വേദന ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊന്ന് ശവ്വാൽ പിറ, ചെറിയ പെരുന്നാളിൻ്റെ ആ ശവ്വാൽ പിറ കാണുമോ എന്നൊരു കൗതുകം. ഇസ്ലാം മത വിശ്വാസപ്രകാരം 2 ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാളാണ്, ഒന്ന് വലിയ പെരുന്നാളാണ്. ആ ചെറിയ പെരുന്നാളിനുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇവിടേക്ക് ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കാപ്പാട് കടൽ തീരത്ത് ഇവിടെ കാണാൻ വേണ്ടി പാറക്കെട്ടിന് മുകളിലേക്ക് കയറുന്നു. അങ്ങകലെ നമുക്ക് കാണാൻ സാധിക്കും വേറെയും ആൾക്കൂട്ടം അവിടെ ഈ ഒരു കാഴ്ച കാണാനായി, ഇത് നിരീക്ഷിക്കാനായി. ആരെങ്കിലും കാണുമോ എന്നുള്ളത്, കാരണം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണണം ഈ മാസപ്പിറ, അതുകൊണ്ട് അത് കാണുമോ എന്നുള്ളതാണ് ഏവരും കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ നാളെ ഈ മാസപ്പിറയ്ക്ക് ശേഷമായിരിക്കും ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ഫിത്ർ സകാത്ത് അടക്കമുള്ള കാര്യങ്ങൾ. അതായത് ഒരു പ്രദേശത്തെ എന്താണോ ഭക്ഷണവസ്തു, ആ ഭക്ഷണവസ്തു മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു നൽകുക എന്നുള്ളതാണ്. ആരും തന്നെ പട്ടിണി കിടക്കരുത്. പ്രവാചകന്റെ വചനം അതാണ്. കാരണം ചെറിയ പെരുന്നാൾ ദിവസം ആരും തന്നെ പട്ടിണി കിടക്കരുത്. അതിദരിദ്രരായ ആളുകൾ പോലും, അവർക്ക് പോലും ഭക്ഷണം ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ഈ ഫിത്ർ സകാത്ത് കൊണ്ടുള്ളത്. ഒപ്പം തന്നെ ഈ റമദാൻ മാസത്തിലുള്ള നോൻപിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കോട്ടങ്ങളെല്ലാം നീക്കും എന്നൊരു വിശ്വാസം കൂടി ഈ ഫിത്ർ സകാത്തിലൂടെയുണ്ട്. മറ്റൊന്ന്, ഈ സമൂഹ
സമൂഹത്തിലെ മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുക എന്നൊരു ഒരു വിശ്വാസം കൂടി ഈ ഫിത്തർ സക്കാത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കൂടാതെ നാളെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ്, നാളെയാണെങ്കിൽ ചെറിയ പെരുന്നാൾ ദിവസം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സകുടുംബം എല്ലാവരും കൈപിടിച്ചുകൊണ്ട്, വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ കുട്ടികളുടെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് പോയി ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച് ഖുതുബ പ്രസംഗം കേട്ട് അതിനുശേഷം പ്രാർത്ഥന നടത്തി, മരിച്ചുപോയവരുടെ ഖബറിടം സന്ദർശിച്ച് അവിടെ പ്രാർത്ഥന നടത്തി, കുടുംബ വീടുകൾ സന്ദർശിച്ച്, സുഹൃത്ത് ഭവനങ്ങൾ സന്ദർശിച്ച് സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ചെറിയ പെരുന്നാൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അതിനുള്ള വലിയൊരു കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള വിശ്വാസി സമൂഹം. ഇപ്പോഴിതാ നോൻപ് തുറയുടെ സമയമായിരിക്കുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്തുണ്ട്, നോൻപ് തുറയുടെ സമയമാണ് അല്ലേ? ഇന്ന് ഇത് കാണാനായിട്ട് എത്തിയതാണ്. അതെ. എവിടുന്നാ വരുന്നത്? നാദാപുരത്ത് നിന്ന് വരികയാണ്. അപ്പോൾ ഈ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഗരത്തിലെ ഏറ്റവും വലിയ പള്ളിയിൽ പോകുന്നു, ഇവിടെ കാപ്പാട് നിലാവ് കണ്ടോ എന്ന് അന്വേഷിക്കുന്നു, അവിടെ നിന്ന് ഫോൺ പി ആയി വരുന്നു. അങ്ങനെയാണോ പണ്ടൊക്കെ ഉണ്ടായിരുന്നത്? മുമ്പ് നാദാപുരത്ത് അങ്ങനെ നാദാപുരത്ത് ഇവിടത്തേക്ക് ആൾ വരാറുണ്ട്. ഇവിടുന്ന് നാദാപുരത്തെ അയാൾ വന്നതിന് ശേഷമാണ് നാദാപുരത്ത് ഉറപ്പിക്കാറ്. അങ്ങനെയായിരുന്നു. അതായത് ഫിജി, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ ഒരു വലിയ പാറക്കെട്ടിന് മുകളിലാണുള്ളത്. അതുപോലെ തന്നെ ഈ പാറക്കെട്ടിന് മുകളിൽ കയറി നിന്നുകൊണ്ട് എല്ലാവരും ഇത് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം റംസാൻ പിറ കാണണം എന്നുള്ളതാണ്. ഇവിടെ നിരവധിയായ ആളുകൾ ഇവിടെ കാപ്പാട് കടപ്പുറത്ത് കാത്തിരിക്കുന്നു. അല്പസമയത്തിനകം മഗ്രിബ് ബാങ്ക് വിളിക്കും. മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതോടുകൂടി ഈ 29ാമത്തെ നോൻപിനും പരിസമാപ്തിയാകും. നാളെ നോൻപ് കിട്ടുമോ എന്നുള്ളത് ഇന്നത്തെ മാസപ്പിറ കണ്ടതിന് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. മാസപ്പിറ കാണുകയാണെങ്കിൽ ഇത് അവസാനത്തെ നോൻപായിരിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതോടുകൂടി ഇന്നത്തെ നോമ്പിന് പരിസമാപ്തിയാകുന്നു. ഒപ്പം തന്നെ മാസപ്പിറവി കാണുകയാണെങ്കിൽ ഈ വർഷത്തെ റമദാൻ നോൻപിന് ഒന്നാകെ പരിസമാപ്തിയാകുന്ന ഒരു സാഹചര്യത്തിനാണ് നമ്മൾ സാക്ഷിയാവുക. ഫിജി.